ലേബർ ഗവൺമെന്റിന്റെ ജോലിക്കാർക്കുള്ള റൈറ്റ്സ് ചാർട്ട് പ്രകാരം മെഡിക്കൽ വിദ്യാർത്ഥികൾ മുതൽ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫ്, ജിപിമാർ എന്നിവർക്ക് സമരം ചെയ്യാനുള്ള അവകാശം നൽകണമെന്ന് ഡോക്ടർമാരുടെ യൂണിയൻ. എന്നാൽ സമരങ്ങൾക്കിടയിൽ രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നത് നഷ്ടമാകുമെന്ന ആശങ്കയാണ് ശക്തമാകുന്നത്. കൂടുതൽ ആശുപത്രികളിലേക്കും ക്ലിനിക്കുകളിലേക്കും സമരങ്ങൾ വ്യാപിപ്പിക്കാൻ വഴിയൊരുക്കുന്ന നിയമമാറ്റത്തിനാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ആവശ്യം ഉന്നയിക്കുന്നത്. കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ NHS ജീവനക്കാർക്ക് ബാലറ്റ് നടത്താതെ തന്നെ സമരത്തിന് ഇറങ്ങാനുള്ള അനുമതി നൽകണമെന്നും BMA ആവശ്യപ്പെടുന്നു. ലേബർ അവതരിപ്പിക്കുന്ന എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബില്ലിനെ കുറിച്ചുള്ള ആശങ്കകൾ ഇതോടെ വ്യാപിക്കുകയാണ്. ട്രേഡ് യൂണിയനുകൾ മേൽ കൺസർവേറ്റീവുകൾക്ക് നടപ്പാക്കിയ കടിഞ്ഞാണുകൾ പൊട്ടിച്ചെറിയാൻ ബില്ല് വഴിയൊരുക്കുന്നുണ്ട്. കൂടാതെ ജോലിയിലെ ആദ്യ ദിനം മുതൽ തന്നെ കൂടുതൽ ദയവുള്ള നിബന്ധനകളാണ് ബില്ല് പങ്കുവയ്ക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ വഴി സ്ഥാപനങ്ങൾക്ക് പ്രതിവർഷം 5 ബില്യൺ പൗണ്ട് നഷ്ടം സംഭവിക്കുമെന്ന് ഗവൺമെന്റിന്റെ ആഘാത പഠനം തന്നെ സമ്മതിക്കുന്നുണ്ട്. ചെറുകിട ബിസിനസ്സുകളെ ജോലിക്കാരെ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഇത് ഇടയാക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ NHSനെ ബന്ദിയാക്കുന്ന അവകാശങ്ങൾ ട്രേഡ് യൂണിയനുകൾ നൽകുന്നതിൽ നിന്നും പിൻവാങ്ങണമെന്ന് ഷാഡോ ഹെൽത്ത് സെക്രട്ടറി എഡ്വേർഡ് ആർക്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. രാത്രി താപനില -5 താഴ്ന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി മെറ്റ് ഓഫീസ്. ഇന്നലെ നോർത്തേൺ അയർലൻഡിലും വടക്കൻ സ്കോട്ട്ലാൻഡിലും മഞ്ഞിനെതിരെ യെല്ലോ വാർണിംഗും പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണി വരെ ആ മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്ററിലധികം ഉയരമുള്ള ഇടങ്ങൾ മഞ്ഞിൽ പുതയാനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മാത്രമല്ല, ഇന്നലെ രാത്രിയിലുണ്ടായ ശൈത്യവർഷത്തിന്റെ ഫലമായി റോഡുകളിൽ വഴുക്കലിന് കാരണമാകുന്ന ഐസ് പാളികൾ കണ്ടേക്കാം. ഇത് ഡ്രൈവിംഗ് സാഹചര്യം കഠിനമേറിയതാക്കും. അതുകൊണ്ട് തന്നെ പതിവിലും വേഗത കുറച്ച് വാഹനം ഓടിക്കുവാനും യാത്ര തിരിക്കുന്നത് കുറച്ച് നേരത്തെയാക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ന് രാവിലെ പലയിടങ്ങളിലും ഗതാഗത കുരുക്കുകളും ഉണ്ടായേക്കാം. സ്കോട്ട്ലൻഡിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രി താപനില -5 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. കംബ്രിയയിലും നോർത്ത് യോർക്ക്ഷയറിലും താപനില -4 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ജീവനെടുക്കുകയും 1.5 ലക്ഷത്തോളം പേർക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇയോവിൻ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ താപനില വീണ്ടും താഴ്ന്നിരിക്കുന്നത്. അതേസമയം ഐവോ കൊടുങ്കാറ്റ് തീരപ്രദേശത്തെ സ്പർശിച്ചതോടെ ഇന്ന് തെക്കൻ ഇംഗ്ലണ്ടിൽ മണിക്കൂറിൽ 60 മൈൽ വേഗത്തിൽ വരെ കാറ്റും കനത്ത മഴയും അനുഭവപ്പെടും. 6 ദിവസത്തിനുള്ളിൽ ബ്രിട്ടനിലെത്തുന്ന 3ാമത്തെ നാമകരണം ചെയ്യപ്പെട്ട കൊടുങ്കാറ്റാണിത്. പോർച്ചുഗലിൽ നാമകരണം ചെയ്യപ്പെട്ട കൊടുങ്കാറ്റ് ഇന്നലെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കാറ്റും മഴയുമായിട്ടാണ് എത്തിയിരിക്കുന്നതും. കോൺവാളിലായിരിക്കും ഇതിന്റെ പ്രഭാവം ഏറ്റവും അധികം അനുഭവപ്പെടുക. കഴിഞ്ഞയാഴ്ച ആദ്യം തന്നെ സ്പെയിനിൽ നാമകരണം ചെയ്ത ഹെർമേനിയ കൊടുങ്കാറ്റായിരുന്നു ബ്രിട്ടനിൽ എത്തിയത്. പിന്നീട് മെറ്റ് ഓഫീസ് തന്നെ പേരിട്ട ഇയോവിൻ ആഞ്ഞടിച്ചു. ഇപ്പോൾ പോർച്ചുഗലിൽ നിന്നുള്ള ഐവോ കൊടുങ്കാറ്റും ബ്രിട്ടനിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ SP എനർജി നെറ്റ്വർക്കിന്റെ 387ഓളം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അതിൽ 303ഓളം പേർ ഡംഫ്രൈസ് ഗലാവോ മേഖലയിലുള്ളവരാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ബ്രിട്ടനിലെ മലയാളികളുടെ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഏറെ സഹായകരമായിരുന്ന ലണ്ടൻ കൊച്ചി ഡയറക്റ്റ് വിമാന സർവീസുകൾ എയർ ഇന്ത്യ നിർത്തലാക്കി. മാർച്ച് 30 മുതൽ ലണ്ടനിലെ ഗട്ട്വിക് വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് ഇപ്പോൾ നിലവിലുള്ള സർവീസുകൾ ഉണ്ടാകില്ല. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ഗ്വാട്ടിക്കിൽ നിന്നും കൊച്ചിയിലേക്കും തിരിച്ചു കൊച്ചിയിലേക്കും ഗ്വാട്ടിക്കിലേക്കും എയർ ഇന്ത്യ ഡയറക്റ്റ് സർവീസ് നടത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. നാഷണൽ ഇൻഷുറൻസ് വിഹിതം വർദ്ധിപ്പിച്ച ബജറ്റ് പ്രഖ്യാപനം ബിസിനസ്സുകളെ കടുത്ത തീരുമാനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ടെസ്കോയിലും കൂട്ട പിരിച്ചുവിടൽ നടക്കുകയാണ്. തങ്ങളുടെ വിവിധ ശാഖകളിലും ആസ്ഥാന ഓഫീസിലും ജോലി ചെയ്യുന്ന 400ഓളം പേരെ ഉടനെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് കമ്പനി. സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുണ്ട്. അവരും ആശങ്കയിലാണ്. ഹെഡ് ഓഫീസിലെയും ടെസ്കോ മൊബൈൽ സ്റ്റോറുകളിലെയും മാനേജർമാർ, ഇൻസ്റ്റോർ ബേക്കറികളിലെ ജീവനക്കാർ എന്നിവരെയായിരിക്കും ഇത് ബാധിക്കുക. സഹപ്രവർത്തകരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നും പക്ഷേ ഉപഭോക്താക്കൾക്കായി കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നതിനാൽ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നുമാണ് ടെസ്കോ UK തലവൻ മാത്യു ബാർനെസ് പറയുന്നത്. പിരിച്ചുവിടൽ നേരിടുന്ന സഹപ്രവർത്തകരെ സഹായിക്കാൻ എല്ലാ തരത്തിലും ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ കമ്പനിയിൽ തന്നെ പകരം തൊഴിൽ നൽകാൻ ആകുമെന്നും നിലവിൽ ഏകദേശം 1000ഓളം ഒഴിവുകൾ കമ്പനിയിൽ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ കെന്റിലെ സ്നോട്ട്ലാൻഡ് വിതരണ കേന്ദ്രം അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൺസൾട്ടേഷൻ ആരംഭിക്കുമെന്നും ടെസ്കോ അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്നും 3 മൈൽ മാറി എയിൽസ്ഫോർഡിൽ പുതിയ വെയർഹൌസ് തുടങ്ങും.
ഓയിൽ കമ്പനികളും അടുത്തിടെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. പ്രമുഖ ഓയിൽ കമ്പനിയായ BP ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി 5% ജോലിക്കാരെ വെട്ടിക്കുറച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 4700 പേർക്കാണ് ജോലി നഷ്ടമാകുന്നത്. വിവിധ രാജ്യങ്ങളിലായി 90,000 പേരാണ് BP-യിൽ ജോലി ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ഇമെയിൽ സന്ദേശത്തിലൂടെ കമ്പനി ജീവനക്കാർക്ക് നൽകി. കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 3000 കോൺട്രാക്ട് ജോലികളും ഇല്ലാതാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. 16,000 പേരാണ് UK-യിൽ മാത്രം BP-യിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ 6,000-ഓളം പേർ പെട്രോൾ സ്റ്റേഷനുകളിലും സർവീസ് സെന്ററുകളിലും ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്. 2026 ആകുമ്പോഴേക്കും $2 ബില്യൺ ചെലവ് ചുരുക്കൽ നടപടികളാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.